യൂണിറ്റി ഈ എഞ്ചിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പണ്ട് മുതലേ പല ആൻഡ്രോയിഡ് ഗെയിംസും ഈ എഞ്ചിനിലാണ് ഡെവലപ്പ് ചെയ്തത്. ഷാഡോ ഫൈറ്റ്, ടെമ്പിൾ റൺ, അതേ ടെംപ്ലേറ്റിൽ വന്ന സബ്വേ സർഫർ, ഗ്രാനി, ഇങ്ങനെ വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഓൾസോ PC-യിൽ വന്ന മൈ ഫ്രണ്ട് പെഡ്രോവും യൂണിറ്റിയിലാണ് ഡെവലപ്പ് ചെയ്തത്. യൂണിറ്റിയിൽ കോഡ് എഴുതുന്നത് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് C#ലാണ്. നിങ്ങൾക്ക് 3D ഗെയിംസ് ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ യൂണിറ്റി യൂസ് ചെയ്യാം. അഗൈൻ യൂണിറ്റിയിൽ കൂടുതലും 2D ഗെയിംസാണ് വന്നിട്ടുള്ളത്, 3Dനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ യൂണിറ്റി അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. ഓൾസോ ഇതിലും വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യാം, പക്ഷേ അതിന് വേറെ പ്ലഗിൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. യൂണിറ്റി എഞ്ചിൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വലിയ ന്യൂസ് ആയതായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഭവം ഇതിന് നോർമലി ഗെയിം ഡെവലപ്പേഴ്സ് പേ ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് കൊടുക്കുന്ന രീതിയിൽ പ്ലാൻസ് കൊണ്ടുവന്നതായിരുന്നു. ഇത് കാരണം ഫുൾ ഗെയിം ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി തന്നെ യൂണിറ്റിനെ അടിച്ച് എയർമേലാക്കി. അതിനുശേഷം അവർ പുതുതായിട്ട് കൊണ്ടുവന്ന ചേഞ്ചൊക്കെ മാറ്റിയിട്ടെല്ലാം പഴയതുപോലെ ആക്കി. നോർമലി ഇതുപോലെയുള്ള ഗെയിം എഞ്ചിൻസ് ഡൗൺലോഡ് ആക്കാനോ പഠിക്കാനോ നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗെയിം റിലീസിന് ശേഷം കിട്ടുന്ന റവന്യൂയുടെ ഒരു പെർസെൻറ്റേജ് കൊടുത്താൽ മതി.